ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നേന്ത്രപ്പഴവും ബ്രെഡും കൂടെ വെച്ച് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബനാന ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഓവറായിട്ട് ലൂസായി പോകേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തിക്നെസ്സിൽ നമ്മളിത് ബാറ്ററാക്കി എടുക്കണം. ഇപ്പോൾ ബാറ്റർ മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ബാറ്ററിലും പിന്നീട് ഈ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് പഴം ഓരോ പീസായിട്ട് ആദ്യം ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഓരോ പീസും നമുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ബനാന പീസസും ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഈ ബനാന പീസസ് ഇട്ട് കൊടുക്കാൻ. ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉള്ളിലൊന്നും അധികം വെന്ത് വരികയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോ പീസായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബനാന പീസസ് ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ എല്ലാം ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഉള്ളിലും പഴമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓരോ സൈഡായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് എടുത്താൽ മതിയാവും. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാലൻസ് ഉള്ള പഴം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കെല്ലാം പഴവും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്